തറയഭാഗം 66-ാം ഡിവിഷൻ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജാൻസി ജോസഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പള്ളുരുത്തി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജാൻസി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള തറയഭാഗം 66-ാം ഡിവിഷൻ കൺവെൻഷൻ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോസി ചാണേലിന്റെ അധ്യക്ഷതയിൽ നടന്നു. എറണാകുളം MLA TJ വിനോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി കൂടി ഏകകണ്ഠമായി ശ്രീമതി ജാൻസി ജോസഫിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇവിടെ ADS ചെയർപേഴ്സണായി, കുടുംബശ്രീ പ്രവർത്തകയായി, CDSന്റെ ചെയർപേഴ്സണായി ശ്രീ സൗമനി മേയറായിരിക്കുമ്പോൾ CDSന്റെ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ശ്രീമതി മേയർ സൗമനിയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം പൊതുപ്രവർത്തന രംഗത്ത് ജാൻസി ജോസഫിന് ഒരു സ്വീകാര്യത ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ PG ഗോപിനാഥ്, മുൻകൊച്ചി മേയർ സൗമിനി ജെയിൻ, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുൻകൊച്ചി മേയർ ടോണി ചമ്മിണി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് MH ഹരീഷ്, നോർത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലൈല വിൻസെന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ക്ലേശകരമായിട്ടുള്ളത്. ഇപ്പോഴും പാലം പണിതെങ്കിലും അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡും അതിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഭാഗങ്ങളും ടാർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു പണി പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടിയാണെങ്കിലല്ലേ ആ റോഡ് മോട്ടോറബിൾ ആവുള്ളൂ. വെറുതെ ഒരു കണക്ടിവിറ്റി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം നടത്തി എന്ന് പറഞ്ഞ് അതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമോ? ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.